trigonometric functions part 6. Part 4, 5 അതിൽ trigonometric functionsന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് പാർട്ട് 6ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഇക്വേഷൻസ് നമുക്ക് അത്യാവശ്യം ഓർമ്മ വേണം. അതായത് ആദ്യത്തെ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇത് ഓർത്ത് വെക്കാൻ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 3, 4 ആണ് കോൺസ്റ്റൻസ് ഇരിക്കുന്നത്. സൈൻ എക്സ് സൈൻ ക്യൂബ് എക്സ്, കോസ് എക്സ് കോസ് ക്യൂബ് എക്സ്. സൈൻ 3xൽ സൈൻ എക്സ് ആദ്യം വരും, സൈൻ ക്യൂബ് എക്സ് രണ്ടാമത് വരും. കോസ് 3xൽ കോസ് ക്യൂബ് എക്സ് ആണ് ആദ്യം വരുന്നത്, കോസ് എക്സ് രണ്ടാമത് വരുന്നത്. സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ആദ്യത്തെ രണ്ടെണ്ണം. Prove that 3 sin inverse x equal to sin inverse of 3x minus 4x cube, x belongs to closed interval minus 1/2 1/2. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായി 3, 4 ഉണ്ട്, എക്സ് ഉണ്ട്, എക്സ് ക്യൂബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് സൈനിൽ വരണം. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് കൊടുക്കണം? സൈൻ തീറ്റ കൊടുക്കണം. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ആ ഫോമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്താൽ നമുക്കിത് എളുപ്പത്തിൽ ഈ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ, എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ദിസ് ഇംപ്ലൈസ് ഫ്രം ദിസ് ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് സൈൻ തീറ്റ. Okay, 3 sin theta minus 4 sin cube theta. Now 3 sin theta minus 4 sin cube theta is sin 3 theta. So sin inverse of sin 3 theta, which is equal to 3 theta. And what is theta? Theta equal to sin inverse of x. So this is equal to 3 sin inverse of x. So we have sin inverse of 3x minus 4x cube equal to 3 sin inverse x, or 3 sin inverse x equal to sin inverse of 3x minus 4x cube. This equation is valid for all x in closed interval minus 1/2 1/2. ഇത് നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യാം. ഈ വീഡിയോയിൽ 10 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും അവസാനത്തെ രണ്ടെണ്ണത്തിൻ്റെയും ഗ്രാഫ് ജിയോജിബ്രയിൽ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം, അതിൻ്റെ ഡൊമെയിൻ എങ്ങനെയാണ് വരുന്നതെന്ന്. ബാക്കി നിങ്ങൾ പിന്നീട് ജിയോജിബ്രയിൽ വരച്ച് നോക്കിക്കോളും. ഓക്കെ, നൗ സെക്കൻഡ് പ്രോബ്ലം. Prove that 3 cos inverse x equal to cos inverse of 4x cube minus 3x, x belongs to closed interval 1/2 1. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഇക്വേഷൻ വരണം. ഓക്കെ, ഇക്വേഷനിൽ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അങ്ങനെ വരൂ. കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ആ ഫോമിലാണ് ഇതിരിക്കുന്നത്. 4x ക്യൂബ് മൈനസ് 3x. അപ്പോൾ എക്സിലെ സ്ഥലത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കോസ് തീറ്റ. ഓക്കെ, ലെറ്റ് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. So cos inverse of 4x cube minus 3x equal to cos inverse of 4x ഉള്ള സ്ഥലത്ത് കോസ് കൊടുക്കുക. 4 cos cube theta minus 3 cos theta. And 4 cos cube theta minus 3 cos theta is cos 3 theta. So this is equal to cos inverse of cos 3 theta. Cos inverse of cos x is x. So cos inverse of cos 3 theta is equal to 3 theta. And this theta is equal to cos inverse of x. So the answer is 3 cos inverse of x. Hence the proof. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ ചില ഇക്വേഷൻസ്, ഫസ്റ്റ് ഇയർ പഠിച്ച ചില ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കും. അതാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരു ചാപ്റ്ററിന് മാത്രമല്ല, പിന്നീട് വരുന്ന ഡെറിവേറ്റീവ്സ്, ഡിഫറൻസിയേഷൻ കാണുന്ന സമയത്തും ഇൻറ്റഗ്രൽ കാണുന്ന സമയത്തും
ഇത് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ട്രിഗ്നോമെട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനാണ് ഇത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ, അതിന്ന് രണ്ട് ഇക്വേഷൻ. പിന്നീട് പഠിച്ചത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സിക്സ് സ്ക്വയർ തീറ്റ. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് 1. 1 plus cot square theta equal to cosec square theta. From this equation, cot square theta equal to cosec square theta minus 1. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ടാകും. അന്നേരം അതിൻ്റെ അകത്ത് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കണ്ടാൽ 1 മൈനസ് എക്സ് സ്ക്വയർ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് എക്സ് സ്ക്വയർ കണ്ടാൽ എക്സിന് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ തീറ്റ. പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ഓർ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. ഓക്കെ, അത് വന്നത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കിട്ടും. ഇത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ മനസ്സിലായല്ലോ എക്സിന് എന്താ കൊടുക്കേണ്ടത്? ഐദർ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ഓർ എക്സ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത് ഈ ടൈപ്പാണ്. എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ് 1 വന്നാൽ ഇതാ ഇവിടെ ഉണ്ട് ആ ഫോം. കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലെങ്കിൽ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പോൾ നമ്മൾ എക്സിന് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? എക്സ് ഈക്വൽ ടു കൊസിക് തീറ്റ ഓർ എക്സ് ഈക്വൽ ടു സിക് തീറ്റ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമുണ്ട്. ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിക്കും. ഇത് മാത്രമല്ല, ഇതിന് ചെറിയൊരു എക്സ്റ്റൻഷനും കൂടിയുണ്ട്. ഇതിപ്പോൾ ഇവിടെ 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇപ്പോൾ ഈ 1ന് പകരം എ സ്ക്വയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ 1 ആണ്, 1 സ്ക്വയർ ആണ്. ഇതിപ്പോൾ എ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഓർ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ ഈ ഇക്വേഷൻ ഓർക്കണം. 1 സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ is 6 സ്ക്വയർ തീറ്റ. സോ എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ ഓർ എക്സ് ഈക്വൽ ടു എ കോട്ട് തീറ്റ. If the equation is of the form x square minus a square, then substitute x equal to a cosec theta or x equal to a sec theta. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് വെച്ചേക്കാം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഇക്വേഷൻസും കൂടി നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഈ ഇക്വേഷൻസും കൂടി നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കിതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഇക്വേഷൻസ് തന്നെയാണ്. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അറിയാമല്ലോ. സൈൻ 2 തീറ്റ is 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. തീറ്റ ഇട്ടുള്ള സ്ഥലത്ത് തീറ്റ ബൈ 2 കൊടുത്താൽ മതി. സൈൻ 2 തീറ്റ ബൈ 2 സൈൻ തീറ്റ. തീറ്റ ഉള്ള സ്ഥലത്ത് തീറ്റ ബൈ 2. സോ സൈൻ തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. പിന്നെ നമുക്കറിയാവുന്നത് കോസ് 2 തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഈ ഫോമിലേക്ക് കിട്ടും. കോസ് 2 തീറ്റ ഇസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. കാരണം എന്താ? കോസ് സ്ക്വയർ തീറ്റ ഇസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ നെഗറ്റീവ് ടേം ഇപ്പുറത്തേക്ക് എടുക്കുക, ഈ പോസിറ്റീവ് ടേം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ. ഓക്കെ, ഈ ഇക്വേഷനിൽ തീറ്റ ഉള്ള സ്ഥലത്ത് തീറ്റ ബൈ 2 കൊടുത്തേക്കാം. റീപ്ലേസ് തീറ്റ ബൈ തീറ്റ ബൈ 2. സോ വി ഗെറ്റ് 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ, 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി ഒരു ഇക്വേഷനും കൂടിയുണ്ട്, കോസ് 2 തീറ്റ. നമുക്ക് കോസ് 2 തീറ്റക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇതും 3 ഞാനിവിടെ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 കിട്ടിയത്. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഇത് ഉപയോഗിച്ചുകൊണ്ട്
ഇവിടെ നിന്ന് ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 1 + cos 2 തീറ്റ ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ. റീപ്ലേസ് തീറ്റ ബൈ തീറ്റ ബൈ 2. 1 + cos തീറ്റ ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ 3 ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലാസ് ഉണ്ട്. ഏതൊക്കെയാ? sin theta equal to 2 sin theta by 2 cos theta by 2, 1 minus cos theta equal to 2 sin square theta by 2, 1 plus cos theta equal to 2 cos square theta by 2. ആ 3 ഇക്വേഷൻസ് ഞാൻ ഒന്നും കൂടി സ്വർണ്ണ ലിപികളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ഇക്വേഷൻസ് ആണ്. ഈ ചാപ്റ്ററിൽ മാത്രമല്ല പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഫോർമുല ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഈ ഫോർമുലാസ് ഒക്കെ എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, ഓരോ വീക്കിലും സൺഡേ എടുത്തോളൂ, സൺഡേ ഒരു ദിവസം 1 മണിക്കൂർ ഫോർമുല ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ഹോം ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ 1 മണിക്കൂർ, ആഴ്ചയിൽ 1 മണിക്കൂർ ഫോർമുല ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർമുലാസ് ഒക്കെ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും. ഓക്കെ, റൈറ്റ് ദ ഫോളോവിങ് ഫങ്ഷൻസ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, ഇത് വലിയൊരു ഫോമാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരും. tan inverse of root of 1 plus x square minus 1 by x. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കുന്നത്? 1 plus x square. അപ്പോൾ 1 plus x square ഉണ്ടെങ്കിൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? x equal to tan theta or x equal to cot theta. ഇവിടെ ഇപ്പോൾ tan inverse ആണ്, നമുക്ക് ഇത് വരേണ്ടത് ടാനിലേക്ക് കൊണ്ടുവരണം ഇതിനെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് tan theta. ഓക്കെ, 1 plus tan square theta. x ഉള്ള സ്ഥലത്ത് tan theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 plus tan square theta, റൂട്ട് ഉണ്ട്, root of 1 plus tan square theta minus 1 divided by x is tan theta. So divided by tan theta. ഇനിയിപ്പോൾ ഈ 1 plus tan square theta എന്താണ്? sec square theta. So we get root of sec square theta. What is root of sec square theta? Root of sec square theta is sec theta. So sec theta minus 1 divided by tan theta. ഓക്കെ, നമ്മൾ ഈ ബ്രാക്കറ്റ് മാത്രം എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സംഭവം ടാനിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ വൈ ആ ഫോമിലേക്ക് വരണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിനെ ടാനിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നമ്മുടെ ശ്രമം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സീക്കും ടാനും ഒക്കെ വന്നിട്ടുണ്ട്. സീക്ക് ഏതിൻ്റെ റെസിപ്രോക്കല്ല? സീക്ക് തീറ്റ ഈക്വൽ ടു 1 by cos തീറ്റ. ഓക്കെ, സീക്ക് തീറ്റ മൈനസ് 1. സോ 1 by cos തീറ്റ മൈനസ് 1. ഇനി ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ is sin തീറ്റ ഡിവൈഡഡ് ബൈ cos തീറ്റ. ഓക്കെ, now here denominator is cos theta, here denominator is 1. So we can take denominator 1 into cos theta, that is cos theta. Then 1 minus 1 into cos theta is cos theta. Okay, 1 minus cos theta divided by cos theta divided by sin theta by cos theta. ഈ കോസ് തീറ്റയും ഈ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ആയില്ല, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ടാനിലേക്ക് വന്നിട്ടില്ല, ഇവിടെ ഉണ്ട് അത്ര. ഇനിയിപ്പോൾ നമ്മൾ എന്താണ്? 1 മൈനസ് കോസ് തീറ്റക്ക് നമ്മളിപ്പോൾ ഇക്വേഷൻ പഠിച്ചു. എന്താ 1 മൈനസ് കോസ് തീറ്റ? 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അതുപോലെ സൈൻ തീറ്റക്ക് പഠിച്ച ഇക്വേഷൻ എന്താ? 2 sin theta by 2 cos theta by 2. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്തു പോകും? 2 ക്യാൻസൽ ചെയ്യാം. sin theta by 2 sin theta by 2. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒരു sin theta by 2 ക്യാൻസൽ ചെയ്തു പോകും. So remaining term is sin theta by 2 divided by cos theta by 2. Sin by cos is tan, angle is theta by 2. Sin x by cos x is tan x. Sin theta by 2 divided by cos theta by 2 is tan theta by 2. Okay, so tan inverse of root of 1 plus x square minus 1 by x equal to tan inverse of, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയത് എന്താണ്? tan theta by 2. അപ്പോൾ ഈ ബ്രാക്കറ്റിന് പകരം ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? tan theta by 2. tan inverse of tan x is x. So tan inverse of tan theta by 2 equal to theta by 2. കംപ്ലീറ്റ് ആയോ ആൻസർ? ഇല്ല, തീറ്റയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ എവിടത്തേക്ക് പോകണം? എക്സിലേക്ക് പോകണം. ഓക്കെ, നമ്മൾ എക്സിന് എന്താ കൊടുത്തത്? എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സോ തീറ്റ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2. സോ ആൻസർ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 2. കാരണം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. ഇവിടുന്ന് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോട്ട്സിൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ച് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണിത്. നാലാമത്തെ പ്രോബ്ലം, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം tan inverse of root of 1 minus cos x divided by 1 plus cos x x less than pi. അപ്പോൾ 1 minus cos x 1 plus cos x വന്നു. 1 minus cos x is 2 sin square x by 2. 1 plus cos x is 2 cos square x by 2. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to tan inverse of root of 1 minus cos x 2 sin square x by 2. 1 plus cos x 2 cos square x by 2. അപ്പോൾ ഏത് ടേം ക്യാൻസൽ ചെയ്ത് പോകും? ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. Sin square x by 2 divided by cos square x by 2. Sin by cos is tan. So this is tan square. Tan square x by 2. Root of tan square x by 2. And what is root of tan square x by 2? ഇവിടെ സ്ക്വയർ ഉണ്ട്, റൂട്ട് ഉണ്ട്. അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. Tan inverse of tan x by 2. That is equal to x by 2. അപ്പോൾ ഇത്രയും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? x by 2. Now fifth one, write in simplest form tan inverse of 1 by root of x square minus 1. അപ്പോൾ x square minus 1 വന്നാൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? x equal to sec theta. നന്നായിട്ട് ഓർത്ത് വെച്ചോളണേ, x square minus 1. So x equal to sec theta. Put x equal to sec theta. So tan inverse of 1 by root of x square minus 1 is tan inverse of 1 by root of sec square theta minus 1. Now what is sec square theta minus 1? Sec square theta minus 1 is tan square theta. So we get tan inverse of 1 by root of tan square theta. Root of tan square theta. What is root of tan square theta? Root of tan square theta is tan theta. So this is equal to tan inverse of 1 by tan theta. Okay, what is 1 by tan theta? Reciprocal of tan is cot. So this is equal to tan inverse of cot theta. ഇവിടെ നമ്മൾ എന്തായി? കോട്ട് തീറ്റയാണ് വന്നത്. നമുക്ക് എന്താ വരേണ്ടത്? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ വന്നാൽ നമുക്ക് തീറ്റ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ വന്നത് എന്താണ്? കോ ടാൻജന്റ് ഫംഗ്ഷനാണ് വന്നത്, കോട്ട് തീറ്റയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ തീറ്റേനെ മാറ്റിയിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എഴുതണം. അതായത് കോട്ടിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യും. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 2 മൈനസ് തീറ്റ. ഓക്കെ, ടാൻ പൈ ബൈ 2 മൈനസ് തീറ്റ ഇസ് കോട്ട് തീറ്റ. So this is tan inverse of tan pi by 2 minus theta, which is equal to pi by 2 minus theta. And what is theta? X equal to sec theta. So theta equal to sec inverse of x. So we get pi by 2 minus sec inverse of x. Okay, so the simplest form is pi by 2 minus sec inverse x. Now sixth one, write in simplest form tan inverse sin x divided by 1 plus cos x. Okay, sin x divided by 1 plus cos x. What is sin x? Sin x is 2 sin x by 2 cos x by 2. 1 plus cos x is 2 cos square x by 2. അതെങ്ങ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan inverse of 2 sin x by 2 cos x by 2 divided by 2 cos square x by 2. അപ്പോൾ ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും? 2 ക്യാൻസൽ ചെയ്യാം. ഒരു cos x by 2 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ടേംസ് ആർ sin x by 2. ന്യൂമറേറ്ററിൽ sin x by 2, ഡിനോമിനേറ്ററിൽ cos x by 2. So that is equal to tan inverse of sin x by 2 divided by cos x by 2. Sin by cos is tan. So tan inverse of tan x by 2, which is equal to x by 2. So simplest form is x by 2. ഇനി ഏഴാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എക്സ്. സൈൻ എക്സ് എന്താ നമുക്കറിയാം? 2 sin x by 2 cos x by 2. 1 minus cos x എന്താണ്? 2 sin square x by 2. ഓക്കെ, ഇനി എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 2 ക്യാൻസൽ ചെയ്യാം. ഒരു sin x by 2 ക്യാൻസൽ ചെയ്യാം. അന്നേരം നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് cos x by 2 divided by sin x by 2. Cos by sin. Cos by sin is equal to cot. So this is tan inverse of cot x by 2. അപ്പോൾ ഇവിടെ കോട്ടാണ് വന്നത്. അപ്പോൾ കോട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ടാനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യും. കോട്ട് ഇസ് ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2. ഓക്കെ, കോട്ട് x by 2 is tan pi by 2 minus x by 2. Now this is of the form tan inverse of tan x, which is equal to x. Tan inverse of tan pi by 2 minus x by 2 is pi by 2 minus x by 2.
ഓക്കെ, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. ഇനി എട്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ്. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ എക്സിന് പകരം എന്ത് എഴുതണം? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, ഒരു സൈൻ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോട്ട് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2. ഇനിയിപ്പോൾ സൈൻ ബൈ കോസ് എന്താണ്? ടാൻ. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2. പെട്ടെന്ന് നമുക്ക് സിംപ്ലിസ്റ്റ് ഫോം എഴുതാൻ പറ്റുമോ? ഇല്ല, ടാൻ ആണ് ഇരിക്കുന്നത്. കോട്ട് ഇൻവേഴ്സും ടാനും ആണ് ഇരിക്കുന്നത്. ടാനിനെ കോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നേ? കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2. ഓക്കെ, ടാൻ എക്സ് ബൈ 2 ഇസ് കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 ഇസ് പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇനി 9th വൺ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത പ്രോബ്ലമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 ബൈ റൂട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. ഓക്കെ, നമുക്ക് ആൻസർ വേണ്ടത് സൈൻ ഇൻവേഴ്സ് എക്സ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എക്സിന് എന്തൊക്കെ കൊടുക്കാം? ഒന്നെങ്കിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ? കോസ് സ്ക്വയർ തീറ്റ. സോ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു cos theta. Okay, so we get sin inverse of 2 sin theta. Root of cos square theta is cos theta. So inside bracket we have 2 sin theta cos theta. And what is 2 sin theta cos theta? Sin 2 theta. So we have sin inverse of sin 2 theta which is equal to 2 theta. And what is theta? 2 theta കിട്ടിയ ഉടനെ ആൻസർ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചേക്കരുത്. എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ 2 തീറ്റയാണ് നമുക്കിപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത്. And we have x equal to sin theta. So theta equal to sin inverse of x. So our answer is 2 sin inverse of x. ഇവിടം വരെ എത്തിച്ചേക്കണം. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. 2 sin inverse of x. Okay. Now 10th one, sin inverse of 2x into root of 1 minus x square. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ വേണ്ടത് 2 cos inverse x. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? നേരത്തെ നമ്മൾ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയാണ് കൊടുത്തത്. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. ഈ 9ഉം 10ാമത്തെ പ്രോബ്ലം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടിൻ്റെ സെയിം ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് 9ാമത്തെ പ്രോബ്ലത്തിൽ 2 സൈൻ ഇൻവേഴ്സ് എക്സ്, 10ാമത്തെ പ്രോബ്ലത്തിൽ എന്താ? 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇവിടെയും മാറുന്നുണ്ട്. 9ാമത്തെ പ്രോബ്ലത്തിൽ ഈ ഡൊമെയിൻ വന്നത് -1 ബൈ റൂട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ആയിരുന്നു. 10ാമത്തെ പ്രോബ്ലത്തിൽ ഈ ഡൊമെയിൻ വന്നിരിക്കുന്നത് 1 ബൈ റൂട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇത് നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് അവിടെ മനസ്സിലാകും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. So sin inverse of 2x into root of 1 minus x square equal to sin inverse of x ഉള്ള സ്ഥലത്ത് cos theta. So 2 cos theta root of 1 minus cos square theta. And what is root of 1 minus cos square theta? Root of sin square theta. Root of sin square theta is sin theta. Okay. So inside bracket we have 2 cos theta sin theta which is equal to sin 2 theta. So sin inverse of sin 2 theta which is equal to 2 theta. And theta equal to cos inverse of x. So answer is 2 cos inverse x. ഈ സൈഡ് കിട്ടി. ഓക്കെ, ഈ 10 പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും അവസാനത്തെ രണ്ടെണ്ണത്തിൻ്റെയും ഗ്രാഫ് നമുക്ക് ജിയോജിബ്രയിൽ നോക്കാം. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ കാണുന്ന ഈ ഗ്രാഫ് 3 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, 3 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നേരത്തെ. ഇതിപ്പോൾ എവിടെ ഇരിക്കുന്നത്? 3 സൈൻ ഇൻവേഴ്സ് എക്സ്. വൈ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. 5/2 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇതിൻ്റെ റേഞ്ചും ഡൊമൈനും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. റേഞ്ച് എന്താണ്? 3 sin inverse എക്സിൻ്റെ റേഞ്ച് വരുന്നത് y വാല്യൂ വരുന്നത് -3π/2 ടു 3π/2. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. ഇവിടെ 3 × sin inverse എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് മാറുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ക്ലോസ്ഡ് ഇൻ്റർവൽ -3π/2 ടു 3π/2. ഡൊമൈൻ സെയിം ആണ്, -1 to 1. ഓക്കെ, അപ്പോൾ നമ്മൾ അതല്ല ഇവിടെ നോക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്? ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്തത്. സൈൻ ഇൻവേഴ്സ് 3x - 4x³ = 3 sin inverse x. അതിൻ്റെ എക്സ് വാല്യൂ എവിടെയൊക്കെ അത് ശരിയാവുന്നുണ്ട്, അതിൻ്റെ ഡൊമെയിൻ എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, ഫിഗർ ഈ രണ്ട് ഗ്രാഫും സെയിം വരുന്നത് ഈ ഒരു ഇൻ്റർവലിൻ്റെ അകത്ത് മാത്രമാണ്. ഈ ഗ്രീനും റെഡും സെയിം ആവുന്നത്, കോയിൻസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഇവിടുന്ന് ഇവിടം വരെ. അതായത് -0.5 to 0.5. 0.5 എന്ന് വെച്ചാൽ 1/2. -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഓക്കെ, 3 sin inverse x = sin inverse of 3x - 4x³ for all x belongs to closed interval -1/2 1/2. അടുത്തത് 3 cos inverse x. 3 cos inverse xൻ്റെ ഗ്രാഫാണിത്. 3 cos inverse xൻ്റെ ഗ്രാഫാണ്. ഇതിൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇതിൻ്റെ റേഞ്ച് എന്താ വരുന്നതെന്ന് ശ്രദ്ധിച്ചേ. 0 to 3π. ഓക്കെ, റേഞ്ച് വന്നത് 0 to 3π. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് 0 to π ആണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. ഇവിടെ വരുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 3π. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗ്രാഫും കൂടി ഒന്ന് എടുത്തേക്കാം. ഏതാത്? കോസ് ഇൻവേഴ്സ് ഓഫ് 4x³ - 3x. ഇതാണ്, ഈ കളറിൽ വന്നതാണ്. നോക്കിയേ, ഇവിടെ സെയിം ആവുന്നത് ഈ പാർട്ടിൽ മാത്രം. ഓക്കെ, രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്നത് ഈ ഒരു റീജിയനിൽ മാത്രമാണ്, ഈ ഒരു പാർട്ടിൽ. അതായത് എക്സ് വാല്യൂ ഇവിടെ 1/2 to 1. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1/2 1. സോ 3 cos inverse x = cos inverse of 4x³ - 3x for all x belongs to closed interval 1/2 1. ഇനി നമ്മൾ അവസാനത്തെ രണ്ട് പ്രോബ്ലം നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x √1 - x² = 2 sin inverse x. അത് ശരിയാവുന്ന പാർട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഗ്രാഫിൽ ഇതാണ് ആദ്യത്തെ ഗ്രാഫ്, സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². ഇനി 2 sin inverse xൻ്റെ ഗ്രാഫ് വരുന്നത് ഗ്രീൻ കളറിൽ വരുന്ന ഈ ഗ്രാഫാണ്. ഇത് രണ്ടും സെയിം ആവുന്നത് ഇവിടുന്ന് ഇവിടം വരെ. അതായത് നോക്കിയേ, അവിടെ രണ്ട് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്, എയും ബിയും. ഓക്കെ, ബി മുതൽ എ വരെയുള്ള ഈ ഒരു റീജിയനിൽ ഈ രണ്ട് ഗ്രാഫും സെയിം ആവുന്നുണ്ട്. അതായത് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇവിടെ -0.71 അത് -1/√2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 0.71 is approximately equal to 1/√2. So sin inverse of 2x × √1 - x² = 2 sin inverse x for all x belongs to closed interval -1/√2 1/√2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ട് ഗ്രാഫും കൂടി ഇവിടെ എടുത്തു നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². രണ്ടും സെയിം ഗ്രാഫാണ്. നേരത്തെ നമ്മൾ വരച്ചതും ഇതും രണ്ടും ഒരേ സംഭവമാണ്. പക്ഷേ രണ്ടിനും രണ്ട് എക്സ്പ്രഷനാണ് 9ഉം 10ഉം പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 2 cos inverse x. അപ്പോൾ ഇവിടെ സെയിം ആവുന്നത് ഈ ഒരു പാർട്ടിലാണ്. രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്ന പാർട്ട് ഇവിടെ ഈ ഒരു റീജിയനിലാണ്. അവിടെ ഒരു പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 0.5 അല്ല, എക്സ് കോർഡിനേറ്റ് കുറച്ച് ഇപ്പുറത്തായിരിക്കുന്നത്. 0.71 ആണ് ഇവിടെ വരുന്നത്. 0.71 അതായത് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 1/√2. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x² = 2 cos inverse x in closed interval 1/√2 1. ഓക്കെ, ഈ വാല്യൂ approximate value of 1/√2. So 1/√2 1, closed interval 1/√2 1. Okay, thank you.